ദിവ്യയുടെ രാഷ്ട്രീയ ഭാവിക്ക് റീത്ത് വയ്ക്കുന്ന കാലം. ഗോവിന്ദന് മക്കളെ അഴിക്കുള്ളിൽ കാണേണ്ടി വരുമോ എന്ന ഭയത്തിന്റെ കാലം. അങ്ങനെ ആകെ മൊത്തം CPMന് കാലക്കേട്. നവീൻ ബാബു കേസിൽ CBI വരുമോ എന്ന ചങ്കിടിപ്പിലാണ് CPMും സർക്കാരും PP ദിവ്യയും കഴിച്ചുകൂട്ടുന്നത്. നവീന്റെ കേസിന് പിന്നിലെ പെട്രോൾ പമ്പ് ഇടപാടും മുഖ്യമന്ത്രിക്ക് നൽകിയ വ്യാജ പരാതിയും CBI അന്വേഷിച്ചാൽ AKG സെന്ററിനുള്ളിലും അറസ്റ്റ് നടക്കുമെന്ന ഭയത്തിലാണ് CPM ഉള്ളത്. 2025 പുലർന്നപ്പോൾ ഹാപ്പി ന്യൂ ഇയർ പോസ്റ്റ് ഇട്ട ദിവ്യയ്ക്ക് ഇനി അങ്ങോട്ട് കാര്യങ്ങൾ അത്ര ഹാപ്പി ആയിരിക്കില്ല. ADMന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി എടുക്കുന്ന തീരുമാനം അതിനിർണായകമാണ്. ഈ കേസിൽ അന്വേഷണത്തിന് CBI എത്തിയാൽ കണ്ണൂരിലെ CPM നേതൃത്വമാകെ വെട്ടിലാകും. പെരിയ കേസ് വിധിയിൽ അടപ്പ് തെറിച്ച പാർട്ടിക്ക് കുരുക്കായി നവീൻ ബാബു കേസ്. നവീന്റെ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പെട്രോൾ പമ്പ് ഇടപാടും മുഖ്യമന്ത്രിക്ക് നൽകിയ വ്യാജ പരാതിയും. ഈ അന്വേഷണം CBI ഏറ്റെടുക്കുകയാണെങ്കിൽ ഇതിലേക്കൊക്കെ തന്നെ അന്വേഷണം വഴിമാറും. അങ്ങനെ വന്നാൽ AKG സെന്ററിനുള്ളിൽ PP ദിവ്യയെയും കണ്ണൂർ മാഫിയയെയും സംരക്ഷിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ വെട്ടിലാകും. അവർക്ക് നേരെ CBI തിരിഞ്ഞാൽ പാർട്ടി അടപടലം വീഴും. അതായത് ചുരുക്കി പറഞ്ഞാൽ CBI AKG സെന്ററിനുള്ളിൽ കയറുമോ എന്ന ഭയത്തിലാണ് MV ഗോവിന്ദൻ ഓരോ നിമിഷവും കഴിച്ചുകൂട്ടുന്നത്. നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ പിന്നാമ്പുറം ചികഞ്ഞപ്പോഴൊക്കെ തന്നെ പുറത്തു വന്നതാണ് വീണയുടെ എക്സാലോജിക് എന്ന കമ്പനിയുടെ അഡ്രസ്സ് AKG സെന്ററിന്റെ പേരിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസി AKG സെന്ററിന്റെ മുന്നിൽ എത്തുമോ എന്നുള്ള ഭയം ഒരു വേള MV ഗോവിന്ദൻ ഉണ്ടായിരുന്നു. എന്നാൽ പിണറായി വിജയൻ അങ്ങ് മോദിയുടെ കാല് പിടിച്ച് അതിൽ നിന്നെല്ലാം ഒഴിവാകുകയായിരുന്നു. അങ്ങനെ ഒരു നീക്കം, അതായത് AKG സെന്ററിൽ കേന്ദ്ര അന്വേഷണ ഏജൻസി കയറിയാൽ പിന്നെ CPMന് തല ഉയർത്തി നടക്കാൻ കഴിയില്ലല്ലോ. എന്നാൽ ഇപ്പോഴത്തെ ഭയം CBI വരുമോ എന്നുള്ളതാണ്. അതും നവീൻ ബാബു കേസിൽ സ്വന്തം പാർട്ടിക്കാരനെ കൊന്നു കെട്ടിത്തൂക്കി എന്ന കേസിൽ AKG സെന്ററിൽ CBI വന്ന് കയറിയാൽ അതോടെ തീരും CPMന്റെ എല്ലാ പൊള്ളത്തരങ്ങളും. ആ ഒരു പേടിയാണ് പിണറായി വിജയനെയും MV ഗോവിന്ദനെയും വേട്ടയാടുന്നത്. നമുക്ക് കൃത്യമായി തന്നെ അറിയാമല്ലോ, AKG സെന്ററിനുള്ളിൽ നിന്നും PP ദിവ്യയെ സംരക്ഷിക്കുന്ന ഒരുപാട് നിലപാടുകൾ ഉണ്ടായിട്ടുണ്ട്. MV ഗോവിന്ദൻ ഉൾപ്പെടെ PK ശ്രീമതി അടക്കം എല്ലാവരും ഈ ദിവ്യയ്ക്ക് കൂട്ടുനിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ AKG സെന്ററിൽ നിന്ന് തന്നെ പല നീക്കങ്ങളും ദിവ്യയെ രക്ഷിക്കുന്നതിന് വേണ്ടി നടന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മുൻപിൽ എത്തി എന്ന് പറയുന്ന ആ വ്യാജ പരാതി ഉണ്ടല്ലോ, അത് ഉൾപ്പെടെ പടച്ചുവിട്ടത് ഈ AKG സെന്ററിൽ നിന്നാണ് എന്നുള്ളതിന് എത്രയോ ആരോപണങ്ങൾ തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളതാണ്. അങ്ങനെ AKG സെന്ററിന് മുന്നിൽ CBI എത്തുമോ എന്ന ഭയം കൊണ്ട് തുടങ്ങിയിരിക്കുകയാണ് CPM 2025. ദിവ്യ വലിയ ആവേശത്തിലായിരുന്നല്ലോ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം. തന്നെ തൊടാൻ ആരുമില്ല, തനിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, പാർട്ടി സംരക്ഷണം ഒരുക്കും എന്നൊക്കെയുള്ള അമിത ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസത്തിൽ ഹാപ്പി ന്യൂ ഇയർ നേർന്നുകൊണ്ട് ദിവ്യ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചില കുറിപ്പുകളും അതോടൊപ്പം തന്നെ ചിത്രങ്ങളും ഒക്കെ പങ്കുവെച്ച് വലിയ രീതിയിൽ അവർ ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കുന്നതൊക്കെ നമ്മൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ അവർ കാണിച്ചു തന്നതാണ്. ഈ ആഘോഷ പോസ്റ്റുകളിൽ നിന്നൊക്കെ ദിവ്യ സമൂഹത്തിന് കൊടുത്ത ഒരു മുന്നറിയിപ്പ്, എനിക്കെതിരെ ഒരു നീക്കവും നടക്കാൻ പോകുന്നില്ല, എന്നെ ആരും തൊടാൻ പോകുന്നില്ല, എന്നെ അഴിക്കുള്ളിലാക്കും എന്ന് പറഞ്ഞിറങ്ങിയിരിക്കുന്ന മഞ്ജുഷ ഇവിടം കൊണ്ട് നിർത്തിക്കോളൂ എന്നൊക്കെയുള്ള ഒരു മുന്നറിയിപ്പാണ്. അത് വലിയ ആഘോഷമായിരുന്നല്ലോ. അവർ ഒരു കുടുംബത്തിന്റെ എല്ലാ സന്തോഷവും തല്ലിക്കെടുത്തിയിട്ട് ലവലേശം ഉളുപ്പില്ലാതെയാണ് ആ PP ദിവ്യ എന്ന് പറയുന്ന സ്ത്രീ ഫേസ്ബുക്കിൽ ഹാപ്പി ന്യൂ ഇയർ ഇട്ടിരിക്കുന്നത്.